ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ പണികളിലാണ് കേട്ടോ. ചായയുടെ തിളച്ചുകൊണ്ടിരിക്കണു, ഇപ്പുറത്തതേ പുട്ടതേ ആയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാണ്ട് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വ്ളോഗാക്കാമെന്ന് കരുതി കേട്ടോ. കണ്ണൻകുട്ടി അപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് നോക്കാം എണീറ്റാണ്. കുഞ്ഞിക്കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, അടഞ്ഞു പോകുന്നുണ്ട്. കല്യാണിക്ക് പതുക്കെ എണീക്കാൻ നോക്കുന്നുണ്ട്. കണ്ണഞ്ചേട്ടൻ എണീറ്റു. ഇപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ക്യാമറയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കാണാനൊരു എക്സ്ട്രാ ചിരിയാണ് കേട്ടോ. ഞാൻ മാത്രമല്ലല്ലോ ക്യാമറയിൽ കാണുന്നുണ്ട്. ഇനി ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ കാണില്ല എന്നൊക്കെ അതൊക്കെ അവനറിയാം. ചാനലിലിടാനാണ് അമ്മ വീഡിയോ എടുക്കുന്നത്. അത് പിന്നെ അവനും ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. അവൻ്റെ വീഡിയോസ് അവന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചിലപ്പോൾ ഫോണിലോ ഒക്കെ ലാപ്പിലോ ഒക്കെ അവനിങ്ങനെ നമ്മുടെ വീഡിയോസുകൾ തന്നെ അവന് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആൾക്ക് എന്തോ ഒരു ഭയങ്കര ഒരു അത് ഞാനാണല്ലോ അങ്ങനെയൊക്കെയുള്ള എന്തോ ഭയങ്കര ഒരു സന്തോഷമാണ് അവന് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് രാവിലെ തന്നെ വേഗം പണികളൊക്കെ കഴിച്ചെന്ന് പറയുന്നൊരു യാത്രയുണ്ട്. അപ്പോൾ അതിനായിരുന്നു വേഗം പണികളൊക്കെ കഴിച്ചത്. വേറെ എങ്ങോട്ടും അല്ല, കണ്ണൻ്റെ ഇപ്പോൾ ഒരു പല്ല് ഇത്തിരി ഡേഞ്ചറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി അങ്ങനെ കാണുന്നപ്പോൾ ഈ തിരക്കുകളൊക്കെ ചെറുതായിട്ടൊന്ന് ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ പല്ലിങ്ങനെ പൊട്ടി പോകുന്നതാണ്. അണപ്പല്ല് പോലെ ഒരു പല്ലാണത്. ചെറിയ ഫ്രണ്ടിലത്തെ അങ്ങനത്തെ നീളം പല്ലുകളല്ല, അണപ്പല്ല് പോലത്തെ ഒരു പല്ല. അപ്പോൾ അതിന് കുറേ പീസുകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ആ പൊടിഞ്ഞു പോയ ഭാഗത്ത് നമ്മുടെ ശരിക്കുള്ള മാംസം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ പോയില്ല, പുറമേ ഉള്ള ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് കളയണം. മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കേട്ടോ. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മുളങ്ങന്തയിലേക്ക് പോവാം. അപ്പോൾ കല്യാണിക്കും ഉണ്ട് ഭയങ്കര പല്ലുവേദനയൊക്കെ. അപ്പോൾ അവളുടെ പല്ലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കല്യാണിയുടെ ഒരു പല്ലെടുക്കണം, കണ്ണൻ്റെ ആ ഒരു പല്ലെടുക്കണം. കല്യാണിക്ക് അതുപോലെ 5 പല്ലങ്ങാണ്ട് അടയ്ക്കണം. അവൾ ഈ ചോക്ലേറ്റ് കഴിക്കലും മധുരം കഴിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവൾക്ക്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഇന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ അവിടെ തന്നെയുള്ള ക്യാൻറ്റീനിൽ പോയിട്ട് ചായ മേടിച്ചു കൊടുത്തു. കാരണം പഴം പുഴുങ്ങിയതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആൾക്ക് അവിടെ എത്തിയപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിലേക്കാണ്, പല്ലെടുക്കാനാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ അവന് മനസ്സിലാവും. അവനെല്ലാം അറിയാമല്ലോ. കാറ് ആ ഒരു ഗേറ്റ് കടന്നപ്പോൾ തന്നെ ആൾ വിതുമ്പൽ തുടങ്ങിയിട്ട് ആൾക്ക് മനസ്സിലായി. ഭയങ്കര വിഷമത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ആ റൂമിലേക്ക് കയറിയപ്പോൾ പിന്നെ പറയണ്ട, ഡോക്ടേഴ്സിനെ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ പല്ലൊക്കെ എടുത്തു. കല്യാണിയുടെ ബ്ലഡ് വരുന്നതൊക്കെ വേഗം നിന്നായിരുന്നു. പക്ഷെ കണ്ണൻ്റെ എന്തോ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല, കുറേ എടുത്തിട്ടുണ്ടല്ലോ അവന് പല്ല്. ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും അവൻ്റെ ബ്ലീഡിങ്ങൊക്കെ നിന്നിട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, വീട്ടിലെത്തിയിട്ടും ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഒക്കെ ആയിരുന്നു. അത് ബലം പിടിക്കുന്നത് കൊണ്ടോ എന്താണെന്ന് അറിയില്ല. പക്ഷെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണിയാണ് പിന്നെ ഇതിന് പെയിനൊക്കെ പറഞ്ഞ് നടന്നത്. കാരണം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആൾ പെയിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ല. പിന്നെ 2 ദിവസം അവരെ തന്നെ നോക്കിയിരിക്കില്ലായിരുന്നു. ഞാൻ എൻ്റേതായിട്ടുള്ളൊരു എക്സ്ട്രാ പണിക്ക് ഞാൻ നിന്നില്ല. നെറ്റിപ്പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്നല്ല, ഒരു ഗ്യാപ്പ് കൊടുത്തേക്കാണ്. എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒതുങ്ങി സെറ്റാവാണ്ട് എനിക്കിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ കെട്ടിയെടുത്ത് വെച്ചേക്കൊക്കെയാണ്. ഇനിയിപ്പോൾ അത് ഒരു ചെറിയൊരു സ്പേസ് എനിക്ക് അതിന് വേണ്ടി വേണം. നമുക്കിവിടെ റൂമുകളുടെയൊക്കെ എണ്ണം കുറവാണ്. അപ്പോൾ എനിക്ക് അതിനുള്ളൊരു സ്പേസൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതിനൊരു സ്പേസും കാര്യങ്ങളും എനിക്ക് എൻ്റെ വർക്ക് നടക്കാനായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ എഴുത്തിൻ്റേതായിട്ടുള്ള ചെറിയ കാര്യങ്ങളിലേക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 ആളുടെ അടുത്ത് തന്നെ ഇരുന്നു. 2 ആൾക്ക് വയ്യല്ലോ. കല്യാണിയാണെങ്കിൽ വയ്യായി ഉണ്ടെങ്കിലും കുറുമ്പുകൾക്കൊന്നും കുറവില്ല, നല്ല കുറുമ്പൊക്കെയാണ്. അപ്പോൾ 2 ആളെ നോക്കി വെച്ച് കുറേ നേരം ഇങ്ങനെ അവരുടെ അടുത്ത് തന്നെ ഇരുന്നു. 2 ദിവസം അവരുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ ഷോർട്സ് ആണെങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പല്ല് എടുക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അറിഞ്ഞിട്ട് പോലും കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പല്ലെടുത്തിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, പല്ലെടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ഞങ്ങൾക്ക് ആദ്യം 16-ാം തീയതി കല്ലുൻ്റെ പല്ലിൻ്റെ കാര്യത്തിന് വേണ്ടി ആദ്യം പോകണം മെഡിക്കൽ കോളേജിലേക്ക്. 16-ാം തീയതിയാണ് അതിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പല്ല് അടയ്ക്കുന്നതിനും അതുപോലെ റൂട്ട് കനാൽ അതിനൊക്കെ ഒരു ഡേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എടുക്കേണ്ടതാണെങ്കിൽ അപ്പം തന്നെ എടുത്ത് വിടുന്നുണ്ട്. കല്യാണിയുടെ എക്സ്റേ എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ നമ്മളുടെ അടുത്ത് പറഞ്ഞത്. കണ്ണൻകുട്ടിയുടെ പിന്നെ അവർ ജസ്റ്റ് നോക്കുകയുള്ളൂ. അവന് വേറെ രീതിയിലൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാനോ
ഇപ്പോൾ ഡോക്ടേഴ്സിനെ അവരുടെ ഒരു കൺസെൻറ്റൊക്കെ വേണ്ടി വരുമല്ലോ. ഇപ്പോൾ എടുക്കാൻ കുഴപ്പമില്ല, ഫിക്സൊക്കെ വരുന്ന കുട്ടികൾക്കാണെങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ ഒരു കൺസെൻറ്റൊക്കെ വേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് ഇപ്രാവശ്യം ചെയ്യിച്ചൊന്നുമില്ല. കാരണം ഇപ്പോൾ അവന് ഫിക്സൊക്കെ വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ഫിക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സൊക്കെ എഴുതി തരണം, എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കണ്ണൻ്റെ അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല. പക്ഷെ കല്ലുൻ്റെ എക്സ്റേ ഒക്കെ എടുത്തിട്ടാണ് അവർ റൂട്ട് കനാലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പല്ലിന്. അപ്പോൾ എനിക്ക് എന്തോ റൂട്ട് കനാൽ ചെയ്യാനായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ധൈര്യം പോരാ. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം അത് അടയ്ക്കേണ്ട ഒരു അവസ്ഥയും കഴിഞ്ഞ് നിൽക്കുകയാണ് അത്. അപ്പോൾ അതൊന്നെങ്കിൽ എടുത്ത് കളയാം. പക്ഷെ അത് എടുക്കേണ്ട സമയം ആയിട്ടില്ല. ഇത്രയും നാളതെങ്ങനെയെങ്കിലും വായിൽ പിടിച്ച് വെക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതും പറ്റില്ല. അപ്പം നമ്മൾ നോക്കാം, നമുക്ക് ജസ്റ്റ് അടച്ച് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാൻ സമയമായില്ലെങ്കിൽ എടുക്കാം. റൂട്ട് കനാൽ എനിക്ക് എന്തോ ഒരു ചെറിയ ഒരു പേടി തോന്നുന്നുണ്ട്. പിന്നെ അതിങ്ങനെ കുറേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങാണ്ട് ചെയ്യുന്നതാണെന്ന് അത്രയും ദിവസമൊക്കെ വരണമെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം ഞങ്ങളവിടെ പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. ഇനിയിപ്പോൾ എടുക്കാനുള്ളത് എടുക്കാം, അടയ്ക്കാനുള്ളത് അടയ്ക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്കിവിടെ വന്നിട്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. വീഡിയോ എടുക്കാനും ഇടാനും ഉള്ളൊരു ഫ്ലോ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്നും ഓരോരോ കാര്യങ്ങളായിട്ടുണ്ട്. എങ്ങടെങ്കിലും പോവാനോ അല്ലെങ്കിൽ മക്കളുടെ ഇപ്പോൾ പല്ലെടുക്കൽ കാര്യങ്ങളായിട്ടാണെങ്കിൽ അങ്ങനെ, പിന്നെ ഇപ്പോൾ അവളുടെ സ്കൂളിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ, പിന്നെ ഇപ്പോൾ ഈ മഴ കാരണം ഒന്നും ചെയ്യാനായിട്ട് തോന്നാത്തൊരവസ്ഥ. ഇനി എനിക്ക് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിളിലിരിക്കുകയാണ് ഞാനിവിടെ. ഇനി എല്ലാം ഒരു ഫ്ലോ കിട്ടണം എനിക്ക്. ഇപ്പോൾ വീട് മാറിയതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കിവിടെ. സന്തോഷമുണ്ട്, പക്ഷെ എനിക്കൊന്നും കൈയെത്തുന്നില്ല. കൈയെത്തുന്ന ദൂരത്തല്ല ഇരിക്കുന്നത്. എവിടെ എന്താ ഇരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാത്ത ഒരവസ്ഥയില്ല. അപ്പം ഞാനിപ്പോൾ അടുക്കളയിൽ കയറുമ്പോഴാണെങ്കിൽ എനിക്ക് ജോലികളൊന്നും ഞാൻ വിചാരിച്ച സമയത്തൊന്നും എനിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം അവരുടെ അടുത്തിരുന്നപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ കണ്ണനാണെങ്കിലും കുഞ്ഞു കുറുമ്പാണ്. ബുക്കൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബുക്കൊക്കെ വലിച്ചു കളയും. മറ്റേ ലാപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലാപ്പിൽ തട്ടും. അങ്ങനെ ഭയങ്കര അവ സമ്മതിക്കില്ല പല സമയങ്ങളിൽ. പക്ഷേ ആൾ പാവമാണ് കേട്ടോ. എനിക്ക് കണ്ണനും ഞാനുള്ള സമയങ്ങളിലാണ് എനിക്ക് എൻ്റെ വർക്ക് കൂടുതൽ നടക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും കല്യാണിയും കൂടെ ഉള്ളപ്പോൾ അവൾ കുറച്ച് നേരമെങ്കിലും കണ്ണനെ നോക്കില്ലേ എന്നൊക്കെ. പക്ഷേ കല്യാണിക്കുട്ടി കുറുമ്പെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞു കുറുമ്പുകളാണ്. അപ്പോൾ അതും നടക്കില്ല. അപ്പോൾ ഇപ്പം എല്ലാം കൊണ്ടും നല്ല സന്തോഷത്തിലാണ് കേട്ടോ പോകുന്നത്. കാര്യങ്ങളൊക്കെ വീട് വാങ്ങിയതിൻ്റേതാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. അപ്പം നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ വോയിസ് ഓവർ അല്ല കൊടുത്തത്, ജസ്റ്റ് ഒരു ട്യൂണൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തത്. എനിക്ക് എൻ്റെ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതൊന്ന് 2 പ്രാവശ്യം വോയിസ് ഓവറിൽ ഞാൻ റെക്കോർഡിങ്ങും ഒക്കെ ചെയ്തതാണ്. പക്ഷെ എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെയാണല്ലോ, ചില സന്തോഷങ്ങളും ചില സങ്കടങ്ങളും ഒന്നും നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന നിങ്ങൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലായി എന്നും വരില്ല. അപ്പോൾ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് നമ്മളെ ലൈഫിൽ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനതൊരു ട്യൂണൊക്കെ ഇട്ട് അങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പം അന്ന് എനിക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു വിജയം എന്ന് തന്നെ വേണം പറയാനായിട്ട്. സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാനായിട്ട് പറ്റിയതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് പല ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. പക്ഷേ ഒന്നും എവിടെ എത്താത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് വിശ്വസിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.